പണിമുടക്കിനോടനുബന്ധിച്ച് ഇപ്പോൾ ഫെറ്റോയുടെ നേതൃത്വത്തിൽ സർക്കാർ ജീവനക്കാരും അധ്യാപകരും സെക്രട്ടേറിയറ്റ് ഗേറ്റിൽ പ്രതിഷേധിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഹലോ ഹലോ ജീവനക്കാർ ഈ സമരത്തിലുള്ളവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന നടപടികളിലേക്ക് അടക്കം സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാവിലെ സാക്ഷ്യം വഹിച്ചിരുന്നു. ഇപ്പോൾ ഫെറ്റോയുടെ ജീവനക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ശ്യാം കങ്കാലിലുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി. ശ്യാമ, ഫെറ്റോയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പരിപാടിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. രാവിലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. വിശദാംശങ്ങൾ വിഷ്ണു, ഇന്ന് നടക്കുന്ന സംസ്ഥാനത്ത് വ്യാപകമായി നടക്കുന്ന പണിമുടക്കിന്റെ ഭാഗമായിട്ടാണ് LDF സർക്കാർ കവർന്നെടുത്ത മുഴുവൻ ആനുകൂല്യം പുനഃസ്ഥാപിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഫെറ്റോ ജീവനക്കാരും അധ്യാപകരും പണിമുടക്കി പ്രതിഷേധിക്കുന്നത്. സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ഗേറ്റിലാണ് ഈ ജീവനക്കാർ അധ്യാപകരും ഇപ്പോൾ സമരവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. വലിയ രീതിയിലുള്ള പ്രതിഷേധ സമരം സംസ്ഥാനത്തുടനീളം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പടിക്കലും ഈ സമരം നടക്കുന്നത്. സംസ്ഥാന നേതാക്കളടക്കമുള്ള ഫെറ്റോയുടെ ജീവനക്കാരും നേതാക്കന്മാരും അധ്യാപകരും തൊഴിലാളികളും എല്ലാം തന്നെ ഈ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട്. എന്തായാലും വലിയ ഒരു പ്രതിഷേധം സംസ്ഥാനത്ത് ഉടനീളം നടക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ഗേറ്റ് ഇത്തരത്തിലൊരു സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, രാവിലെ സെക്രട്ടേറിയറ്റ് അനക്സിൽ അകത്തേക്ക് കടക്കാൻ ശ്രമിച്ച സമരാനുകൂലികളെ തടയുന്ന തരത്തിലേക്ക് ഇടതുപക്ഷ തൊഴിലാളി യൂണിയന്റെ നേതാക്കന്മാർ അതിന് രംഗത്ത് വന്നിരുന്നു. ഒപ്പം തന്നെ പോലീസ് അടിയന്തരമായി തന്നെ ഇടപെട്ട് അതിനൊരു പരിഹാരത്തിലേക്ക് എത്തുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും നമുക്കൊപ്പം ഇപ്പോൾ ഈ ഫെറ്റോയുടെ തന്നെ നേതാക്കന്മാർ നമ്മളോട് ചേരുന്നുണ്ട്. നമുക്ക് ഈ സമരവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ അവരോട് തന്നെ ചോദിക്കാം. എന്തായാലും നിലവിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സംസ്ഥാനത്ത് നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഫെറ്റോ അത്തരത്തിലൊരു പരിപാടികളിലേക്ക് കടക്കുന്ന വലിയൊരു പ്രതിഷേധം തന്നെയാണ് ഈ സംസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സെക്രട്ടേറിയറ്റ് നോർത്ത് ഗേറ്റിൽ ഇപ്പോൾ ഫെറ്റോയുടെ നേതൃത്വം നടക്കുന്നത്. എങ്ങനെയാണ് ഈ സമരത്തിലേക്ക് സമരം ഒരു സൂചനയാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്താണ് നിലവിൽ? പണിമുടക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല ഞങ്ങൾ ഈ പണിമുടക്ക് പ്രഖ്യാപിച്ചത്. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻകാർക്കും ഈ സമൂഹത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പണിമുടക്ക് നടത്തിയത്. കേരളത്തിലെ സർക്കാർ ജീവനക്കാരിൽ ആത്മാഭിമാന ബോധമുള്ള, അടിമത്തം ബാധിക്കാത്ത മുഴുവൻ ജീവനക്കാരും ഇന്ന് പണിമുടക്കി പ്രതിഷേധിച്ചിട്ടുണ്ട്. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് 22% ക്ഷാമബത്ത കുടിശ്ശികയായി. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ഈ അവസ്ഥ ഉണ്ടായിട്ടില്ല. നരേന്ദ്രമോദി സർക്കാർ 1 രൂപയുടെ ആനുകൂല്യം പോലും കേന്ദ്ര ജീവനക്കാർക്ക് നൽകാതെ മാറ്റിവെച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് 22% ക്ഷാമബത്ത കുടിശ്ശികയായിരിക്കുന്നു. ഞങ്ങൾക്ക് ലീവ് സറണ്ടർ കഴിഞ്ഞ 4 വർഷമായി ശ്രീ പിണറായി വിജയന്റെ സർക്കാരിൽ നിന്ന് നീതി ലഭിക്കാതെ ലീവ് സറണ്ടർ നഷ്ടപ്പെട്ടു. പങ്കാളിത്ത പെൻഷന്റെ കാര്യത്തിൽ
ഇത്രയും നാണം കെട്ട ഒരു നിലപാട് ഇന്ത്യയിലെ മറ്റു ഒരു സർക്കാരിനുമില്ല. എന്താണ് പങ്കാളിത്ത പെൻഷന്റെ കാര്യത്തിൽ നിങ്ങളുടെ നിലപാടെന്ന് ചോദിച്ചാൽ ആ നിലപാട് പറയാൻ ശ്രീ പിണറായി വിജയനോ ബാലഗോപാലിനോ കഴിയുന്നില്ല. ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം, ഞങ്ങളെ കൂടെയുള്ള സർവീസ് സംഘടനകൾ, ഒരു കാലത്ത് കേരളത്തിലെ സിവിൽ സർവീസ് മേഖലയുടെ അവകാശ സംരക്ഷണത്തിന് വലിയ പോരാട്ടം നടത്തിയെന്നറിയപ്പെടുന്ന അവകാശപ്പെടുന്ന ഇടത് സംഘടനകൾ ഇന്ന് ഒറ്റുകാരുടെ വേഷം കെട്ടി കേരളത്തിലെ സർക്കാർ ജീവനക്കാരന്റെ ആനുകൂല്യങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുമ്പോൾ ഇന്ന് ഒറ്റുകാരുടെ വേഷം കെട്ടി FSCT എന്ന സംഘടനയും ജോയിന്റ് കൗൺസിലുകാരും സംയുക്തമായി ഈ പണിമുടക്കിനെതിരായിട്ട് അവർ പണിയെടുക്കുകയാണ്. ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചു, രാവിലെ സെക്രട്ടേറിയറ്റ് അനക്സിൽ വന്ന സമരാനുകൂലികളെ ഈ ഇടത് യൂണിയന്റെ നേതാക്കളും ജീവനക്കാരും അടക്കമുള്ളവർ കയ്യേറ്റം ചെയ്യുന്ന തരത്തിലേക്ക് പോയിരുന്നു. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? നിങ്ങൾ BMS മാത്രമല്ല ഇപ്പോൾ ഈ സമരമുഖത്ത് രംഗത്തുള്ളത്, എന്തായാലും INTUC അടക്കമുള്ള സംഘടനകൾ സംയുക്തമായി തന്നെയുണ്ട്. എങ്ങനെയാണ് ഈ കയ്യേറ്റത്തെ, അവരുടെ കായികപരമായ കയ്യേറ്റത്തെ നോക്കിക്കാണുന്നത്? എത്രത്തോളം വിരുദ്ധമായ നിലപാട് ഒരു സംഘടന സ്വീകരിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് കേരളത്തിലെ ഇടത് സംഘടനകളുടെ ഈ നയം വ്യക്തമാക്കുന്നത്. അവകാശങ്ങൾ മുഴുവൻ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം ഒഴികെ എല്ലാം നഷ്ടപ്പെട്ടില്ലേ? ആ നഷ്ടപ്പെടുന്ന സമയത്ത് അവരോടൊപ്പം കേരളത്തിലെ ജീവനക്കാരന്റെ അവകാശങ്ങൾ നേടുന്നതിനോടൊപ്പം നിൽക്കുന്നതിന് പകരം ഈ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും താല്പര്യം സംരക്ഷിക്കാൻ പണിമുടക്കിയ ജീവനക്കാരെ കയ്യേറ്റം നടത്തിയവർ അങ്ങേയറ്റത്തെ ജനാധിപത്യ വിരുദ്ധരും, അവര് ശരിക്കു പറഞ്ഞാൽ ഗുണ്ടകളായി, ഈ ഗവൺമെന്റിന് വേണ്ടി ഗുണ്ടാപ്പണി എടുക്കുന്ന കുറെ ആളുകളായി കേരളത്തിലെ ഇടത് സർവീസ് സംഘടനകൾ മാറിയിരിക്കുകയാണ്. വളരെ ശക്തമായി ഞങ്ങൾ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എത്ര തന്നെ ഇപ്പം ഡൈസ്ലോൺ കരിനിയമം ഒന്ന് അടിച്ചേൽപ്പിച്ചു, എത്ര കരിനിയമം നിങ്ങൾ അടിച്ചേൽപ്പിച്ചാലും ശരി തന്നെ, എത്ര ജനാധിപത്യ വിരുദ്ധമായ ഈ പണിമുടക്ക് പരാജയപ്പെടുത്താൻ ശ്രമിച്ചാലും ശരി തന്നെ, ഒരു കാര്യം ഞങ്ങൾ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു കാരണവശാലും ഈ സമരത്തിന് ഞങ്ങൾ പിന്നോട്ട് പോവില്ല. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ മുഴുവൻ ആനുകൂല്യങ്ങളും നേടിയെടുക്കുന്നത് വരെ, അത് സ്ഥാപിച്ചെടുക്കുന്നത് വരെ ശക്തമായ പ്രക്ഷോഭവുമായി കേരളത്തിലെ ഫെറ്റോ സംഘടനകൾ മുന്നോട്ട് പോകും. അതിനകത്ത് യോജിക്കാവുന്ന മുഴുവൻ ആൾക്കാരെയും യോജിപ്പിച്ചുകൊണ്ട് വളരെ ശക്തമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഫെറ്റോക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വിഷ്ണു, നമ്മളോടൊപ്പം ഇപ്പോൾ NGO സംഘിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടി ചേരുന്നുണ്ട്. ഈ സമരത്തിൽ സംയുക്തമായി തന്നെയാണ് ഈ സമരമുഖത്ത് അവരെല്ലാം ഉള്ളത്. ഈ സമരത്തെ അമർച്ച ചെയ്യാൻ വേണ്ടി ഇടത് സംഘടനാ നേതാക്കൾ അവർ തന്നെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വരുന്ന സാഹചര്യമുണ്ടായി. എങ്ങനെയാണ് ഈ ഒരു സമരത്തെ അമർച്ച ചെയ്യുന്നതിന് ഈ നിങ്ങളുടെ ആവശ്യം 2021 മുതലുള്ള ക്ഷാമബത്ത അനുവദിക്കുന്നില്ല, അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ നിരാകരിക്കുന്ന സാഹചര്യമാണോ നിലവിലുള്ളത്? തീർച്ചയായും കേരളത്തിലെ സംസ്ഥാന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജീവനക്കാർ കഴിഞ്ഞ അരനൂറ്റാണ്ടിലധികം കാലമായി അനവധി പോരാട്ടങ്ങളെ നേടിയെടുത്തതും അനുഭവിച്ചു വന്നതുമായ ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഒന്നൊന്നായി കഴിഞ്ഞ 7.5 വർഷത്തെ പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ ജീവനക്കാർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിലെ സംസ്ഥാന ജീവനക്കാർക്ക് 18% DA നിലവിൽ തന്നെ കുടിശ്ശികയാണ്. കേരളത്തിലെ ജീവനക്കാർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സൗജന്യ നിരക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് ഈ സർക്കാർ നിർത്തലാക്കി. കേരളത്തിലെ ജീവനക്കാർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന മെഡിക്കൽ റിംബേഴ്സ്മെന്റ് ആനുകൂല്യം അത് ഈ സർക്കാർ നിർത്തലാക്കി. പകരം മെഡിസെപ്പ് എന്നൊരു പദ്ധതി കൊണ്ടുവന്നു. ഇന്ന് മെഡിസെപ്പിന്റെ കാർഡുമായി കേരളത്തിലെ ഒരു സർക്കാർ ആശുപത്രികളിൽ ഒഴികെയുള്ള ഒരു സ്ഥാപനത്തിലും ചെന്ന് കയറാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഇന്ന് പല ആശുപത്രികളുടെ പുറത്തും മെഡിസെപ്പുകാർക്കൂടെ ചികിത്സയിൽ അതിന് ബോർഡ് എഴുതിയിട്ടിരിക്കുകയാണ്. ഞങ്ങളിൽ നിന്നും 6000 രൂപ പ്രതിവർഷം ഈ സർക്കാർ പിടിച്ചെടുത്താണ് ഈ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ പേർ മിഷന്റെ ഭാഗമായി ലഭിച്ചുകൊണ്ടിരുന്ന സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് അത് ഈ സർക്കാർ അധികാരത്തിന് ശേഷം നിർത്തലാക്കി. അതോടൊപ്പം തന്നെ പേർ മിഷൻ തന്നെ ലഭിച്ചുകൊണ്ടിരുന്ന ഫിറ്റ്മെന്റ് ബെനിഫിറ്റ്, സർവീസ് വെയിറ്റേജ് തുടങ്ങി കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന അനവധി ആനുകൂല്യങ്ങൾ കേരളത്തിലെ ജീവനക്കാർ ലഭിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ പിണറായി സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷം ഇതൊക്കെ സംസ്ഥാന ജീവനക്കാർക്ക് നഷ്ടപ്പെടുന്ന അതീവ ദയനീയമായ, ഒരുപക്ഷെ കേരളത്തിൽ ഇന്നത്തെ ഒരു അപ്രഖ്യാപിത സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് പോകുന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിലായിരിക്കണം ഞങ്ങൾക്ക് എല്ലാ അവകാശവും നിഷേധിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് കേരളത്തിലെ സിവിൽ സർവീസ് മേഖലയിൽ കേരളത്തിൽ ഇത്തരം അവകാശങ്ങൾക്ക് വേണ്ടി സർവീസ് സംഘടനകൾ ഒന്നടങ്കം പണിമുടക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. പ്രതിപക്ഷ സംഘടനകളെല്ലാം പണിമുടക്കിലാണ്. ശ്യാമാണ് സെക്രട്ടറിയേറ്റിന് മുന്നിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.